ഇന്നത്തെ വീഡിയോ കേരള സിലബസിലെ 9th ചാപ്റ്റർ നെഗറ്റീവ് നമ്പേഴ്സ് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ ദി ഇക്വേഷൻ y is equal to 1 by x, take x as the numbers minus 2 by 3, minus 1 by 2, minus 3 by 5 and compute y. y is equal to 1 by x എന്നുള്ള ഇക്വേഷനിൽ എക്സിന് ഈ വാല്യൂസ് കൊടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. y is equal to 1 by x ആണ്. ആദ്യം എക്സിൻ്റെ വാല്യൂ വെൻ x is equal to minus 2 by 3 ആണ്. അപ്പോൾ നമുക്ക് y is equal to 1 by minus 2 by 3 ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഡിവിഷൻ ആണ്. ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാക്ഷൻ ആകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 into 3 by minus 2 ഈക്വൽ ടു മൈനസ് ഓഫ് 3 by 2 ആൻസർ കിട്ടും. ഇനി വെൻ എക്സ് ഈക്വൽ ടു അവിടെ മൈനസ് 1 by 2 ആണ്, മൈനസ് 1 by 2. അപ്പോൾ y ഈക്വൽ ടു 1 divided by minus 1 by 2 equal to 1 into 2 by minus 1 equal to minus 2 by 1 equal to minus 2 ആൻസർ കിട്ടും. അടുത്ത് y is equal to 1 by x തന്നെ, അതിൽ when x is equal to minus 3 by 5 അപ്പോൾ y is equal to 1 by minus 3 by 5 equal to 1 into 5 by minus 3 equal to minus of 5 by 3 minus 5 by 3 എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഇക്വേഷൻ y is equal to 1 by x minus 1 plus 1 by x plus 1. Take x equal to minus 2 and x equal to minus 1 by 2 and compute y. yയുടെ വാല്യൂ 1 by x minus 1 plus 1 by x plus 1 എന്നെടുക്കുക. അപ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ വാല്യൂ ആദ്യം -2 കൊടുത്ത് ചെയ്ത് നോക്കുക, അതുപോലെ -1/2 കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. ഇക്വേഷൻ y ഈക്വൽ ടു 1 by x minus 1 plus 1 by x plus 1 ആണ്. അപ്പോൾ ആദ്യം എക്സിന് -2 എന്നുള്ള വാല്യൂ കൊടുക്കുക. x is equal to -2, y equal to 1 divided by -2 minus 1 plus 1 divided by -2 plus 1 equal to 1 divided by -2 minus 1 -2 plus -1 അതായത് -3 plus 1 divided by -2 plus 1 -2 1 തമ്മിലുള്ള വ്യത്യാസം 1, വലുതിൻ്റെ സൈൻ 2ൻ്റെ സൈൻ മൈനസ്, ഇവിടെ -1 ഈക്വൽ ടു നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into -1 -1 plus 1 into -3 -3 divided by -3 into -1 3 into 1 3 equal to -1 plus -3 സെയിം സൈൻ ആണ്, തമ്മിൽ കൂട്ടുക, സെയിം അതേ സൈൻ തന്നെ ഇടുക. അപ്പോൾ -4 divided by 3 അങ്ങനെ തന്നെ. നമുക്ക് ആൻസർ -4/3 എന്ന് കിട്ടി. വെൻ x is equal to -1/2 അപ്പോൾ y equal to 1 divided by -1/2 minus 1 plus 1 divided by xൻ്റെ വാല്യൂ അവിടെയും -1/2 plus 1 equal to 1 divided by -1/2 minus 1 -2 into -1 -2 1 minus 2, അതായത് ഒന്നുകൂടെ വിശദീകരിച്ചെഴുതാം, -1 -2 divided by 2 എന്ന് കിട്ടും. പ്ലസ് 1 divided by 2 into 1 2 അപ്പോൾ -1 plus 2 divided by 2 equal to 1 by -1 minus 2 -3 by 2 plus -1 plus 2 1 by -1 plus 2 1/2 എന്ന് കിട്ടും. നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇവിടെ 1 by -3/2 ആണ്, അതുപോലെ ഇവിടെ 1 by 1/2 ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ 1നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ എന്ന രീതിയിൽ എടുത്താൽ കുറച്ചുകൂടി ചെയ്യാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ 1 by -3/2 എന്നുള്ളത്
മൈനസ് ഓഫ് 2/3 എന്നായിട്ട് മാറും. ഇതിൻ്റെ റെസിപ്രോക്കലായിട്ട് പ്ലസ് 1/1/2 എന്നുള്ളത് അത് 2/1 ആയിട്ട് മാറും. ഈക്വൽ ടു മൈനസ് 2 × 1 -2 പ്ലസ് 3 × 2 6 ഡിവൈഡ് ബൈ 3 × 1 3 ഈക്വൽ ടു -2 പ്ലസ് 6 അതായത് 4 ഡിവൈഡ് ബൈ 3 4/3 എന്ന് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഇക്വേഷൻ z ഈക്വൽ ടു x/y minus y/x, take x as the numbers given below and calculate the number z. അപ്പോൾ ഇവിടെ എക്സിനും വൈക്കും നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ വാല്യൂസ് അവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിന് കിട്ടുന്ന കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കുക, സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ z ഈക്വൽ ടു x/y മൈനസ് y/x ആണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ x ഈക്വൽ ടു 10, y ഈസ് ഈക്വൽ ടു -5 ആണ്. അപ്പോൾ z ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ 10 ഡിവൈഡ് ബൈ വൈയുടെ വാല്യൂ -5 മൈനസ് വൈയുടെ വാല്യൂ -5 ഡിവൈഡ് ബൈ എക്സിൻ്റെ വാല്യൂ 10. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഈക്വൽ ടു 10 × 10 മൈനസ് -5 × -5 5 × -5 പ്ലസ് 25 ആണ്. ഇവിടുത്തെ സൈൻ മൈനസ് ഇട്ടു 25 ഡിവൈഡ് ബൈ 5 × 10 -5 ആണ്. അപ്പോൾ -50 ഈക്വൽ ടു 100 മൈനസ് 25 75 ഡിവൈഡ് ബൈ -50. നമുക്ക് 25 കൊണ്ട് കട്ട് ചെയ്താൽ ഈക്വൽ ടു അത് 3 ഡിവൈഡ് ബൈ -2 ആണ്. അത് ഈക്വൽ ടു -3/2 എന്ന് എഴുതാം. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ x ഈക്വൽ ടു -10, y ഈസ് ഈക്വൽ ടു 5. അപ്പോൾ z ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ -10 ഡിവൈഡ് ബൈ വൈയുടെ വാല്യൂ 5 ഡിവൈഡ് ബൈ -10 ഈക്വൽ ടു -10 × -10 പോസിറ്റീവ് 100 മൈനസ് 5 × 5 25 ഡിവൈഡ് ബൈ 5 × -10 ഈക്വൽ ടു 100 മൈനസ് 25 75 ഡിവൈഡ് ബൈ -50 ഈക്വൽ ടു കഴിഞ്ഞ ആൻസർ തന്നെയാണ്. 3 ഡിവൈഡ് ബൈ -2 ഈക്വൽ ടു -3/2 എന്ന ആൻസർ കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ x ഈക്വൽ ടു -10, y ഈസ് ഈക്വൽ ടു -5, z ഈക്വൽ ടു -10 ഡിവൈഡ് ബൈ -5 മൈനസ് -5 ഡിവൈഡ് ബൈ ഈക്വൽ ടു -10 × -10 100 മൈനസ് -5 × -5 പ്ലസ് 25 ഡിവൈഡ് ബൈ -5 × -10 പ്ലസ് 50 ഈക്വൽ ടു 75 ഡിവൈഡ് ബൈ 50 ഈക്വൽ ടു 3/2. എല്ലാം പോസിറ്റീവ് ആണ്. ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ അവിടെ x ഈക്വൽ ടു 5 ആണ്, y ഈസ് ഈക്വൽ ടു -10 ആണ്. അപ്പോൾ z ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ -10 മൈനസ് y, അതായത് -10 ഡിവൈഡ് ബൈ എക്സിൻ്റെ വാല്യൂ 5 ഈക്വൽ ടു 5 × 5 25 മൈനസ് 10 × -10 പോസിറ്റീവ് 100. ഇവിടുത്തെ സൈനാണ് ഈ മൈനസ് ഡിവൈഡ് ബൈ -10 × 5 -50 ഈക്വൽ ടു 25 മൈനസ് 100 ആണ്, അതായത് -75 ഡിവൈഡ് ബൈ -50 ഈക്വൽ ടു 2 മൈനസ് ആണ്. അപ്പോൾ ആൻസറിൻ്റെ സൈൻ പോസിറ്റീവ് ആവും. അപ്പോൾ 3/2. ഇതിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ x ഈസ് ഈക്വൽ ടു -5, y ഈക്വൽ ടു 10, z ഈക്വൽ ടു -5 ഡിവൈഡ് ബൈ വൈയുടെ വാല്യൂ 10 മൈനസ് y 10 ഡിവൈഡ് ബൈ എക്സിൻ്റെ വാല്യൂ -5 ഈക്വൽ ടു -5 × -5 പ്ലസ് 25 മൈനസ് 10 × 10 100 ഡിവൈഡ് ബൈ 10 × -5 മൈനസ് 50 ഈക്വൽ ടു 25 മൈനസ് 100 മൈനസ് 75 ഡിവൈഡ് ബൈ -50. രണ്ടും സെയിം സൈനാണ്, മൈനസ്. അപ്പോൾ ആൻസറിൻ്റെ സൈൻ പോസിറ്റീവ് ആവും. 3/2.